കൊല്ലത്ത് MLA LDF ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ഒറ്റ കാരണം മുകേഷാണ്. ഇവിടെ ജയിക്കാൻ പോകുന്നത് ശ്രീമതി ബിന്ദു കൃഷ്ണ. ഇക്കർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. രണ്ടായാലും ബിന്ദു കൃഷ്ണയ്ക്ക് ലാഭം തന്നെയാണ്. ജയിച്ചാൽ MLA ആവാം, തോറ്റാൽ ഗിന്നസ് ബുക്കിൽ പേര് വരും. എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ ആൾ എന്നുള്ളത്. അവിടുത്തെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ചികിത്സ തേടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോകും? അദ്ദേഹത്തിന് ജീവനിൽ കൊതിയുണ്ട്. നമ്മള് നിങ്ങളുടെ ചോദ്യത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന രാഷ്ട്രീയമാണ്. അല്ലല്ല, അതാണ് മുന്നണിക്കുള്ളിൽ അത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടോ? അതായത് വീണ ജോർജ് മോശമാണെന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? സർക്കാരിന്റെ പരിപാടി മാത്രമാണ് കല്യാണം നടത്താൻ വേണ്ടിയാണോ സാംസ്കാരിക സമുച്ചയം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്താണ് ഈ പറയുന്നത്? പമ്പൻ നഗരങ്ങളാക്കുന്ന ഒരു പദ്ധതിയാണ് അമൃത് നഗര പദ്ധതി. കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും കൊല്ലം കോർപ്പറേഷൻ ചെലവഴിക്കാതെ ലാഭസാക്കുന്നത്.